BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇത്തവണ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ബഹ്റൈന്റെ അറിയിപ്പ്. വൈറസിനെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ദേശീയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും രാജ്യത്തുടനീളമുള്ള ഹെൽത്ത് കെയർ സെന്ററുകളിൽ വൈറസിനെതിരായ വാക്സിനേഷൻ ലഭ്യമാണെന്നും ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ബഹ്റൈനിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ അവന്യൂസിൽ 5ാമത് കാർണിവൽ ആരംഭിച്ചു. ഈ മാസം 24 വരെ നീണ്ടു നിൽക്കുന്ന കാർണിവലിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്നുണ്ട്. വിവിധ പ്രായക്കാരായവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് അവന്യൂസ് ബഹ്റൈൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫറാസ് ബറക്കത്ത് വ്യക്തമാക്കി. വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റൈൻ പ്രൊവിൻസ് ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനം സമുചിതമായി ആഘോഷിച്ചു. സാൽഹിയ കാനോ ഗാർഡനിൽ നടന്ന ചടങ്ങിൽ പ്രൊവിൻസ് പ്രസിഡന്റ് ഇബ്രാഹിം സാമുവൽ ദേശീയ പതാക ഉയർത്തി. ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. WMC ഗ്ലോബൽ അഡ്വൈസറി ചെയർമാനും KCA പ്രസിഡന്റുമായ ജെയിംസ് ജോൺ, ഗ്ലോബൽ അസോസിയേറ്റ് ട്രഷറർ ബാബു തങ്ങളത്തിൽ, പ്രൊവിൻസ് ട്രഷറർ ഹരീഷ് നായർ, മുൻ കേരളീയ സമാജം പ്രസിഡന്റ് R പവിത്രൻ, അബ്ദുൾ മജീദ് അണൽ തുടങ്ങി നിരവധി പ്രമുഖർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. WMC വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ സുരബില പാട്ടീൽ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഡെസമൻ ജോൺ, ബിനു വർഗീസ്, സിജു VR, ഗോകുൽ കൃഷ്ണൻ, വിമൻസ് ഫോറം കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ബഹ്റൈൻ 78ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുഹറക്കിലെ കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ രക്തം നൽകൂ ജീവൻ നൽകൂ എന്ന സന്ദേശവുമായി KPF ചാരിറ്റി വിങ്ങിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പ് കേരള കത്തോലിക് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് ജോൺ ഉദ്ഘാടനം ചെയ്തു. KPF പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിന് ജനറൽ സെക്രട്ടറി ഹരീഷ് PK സ്വാഗതവും കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഇൻചാർജ് മറിയം സാലിസ് ആശംസകളും അറിയിച്ചു. KPF ട്രഷറർ ഷാജി പുതുകുടി, രക്ഷാധികാരികളായ KT സലീം, സുധീർ തിരുനിലത്ത്, UK ബാലൻ, ലേഡീസ് വിംഗ് കൺവീനർ രമ സന്തോഷ് എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച യോഗത്തിന് ചാരിറ്റി കൺവീനർ സവിനേഷ് നന്ദി അറിയിച്ചു. KPF എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ലേഡീസ് വിംഗ് പ്രതിനിധികൾ ചേർന്ന് ക്യാമ്പ് നിയന്ത്രിച്ചു. ക്യാമ്പിൽ 100ഓളം ആളുകൾ രക്തം കൊടുത്തതായും എല്ലാ 3 മാസം കൂടുമ്പോഴും KPF രക്തദാനം സംഘടിപ്പിക്കുമെന്നും അതിനിടയിൽ വരുന്ന അടിയന്തര രക്താവശ്യങ്ങൾക്ക് 3505 99 26 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നഴ്സസ് കൂട്ടായ്മയായ UNAയിലേക്ക് ബഹ്റൈനിൽ തുടക്കമായി. കേരള കത്തോലിക് അസോസിയേഷൻ ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റായി GB ജോൺ, സെക്രട്ടറിയായി അരുൺജിത്ത്, ട്രഷററായി നിതിൻ, കോർഡിനേറ്ററായി അൻസു, വൈസ് പ്രസിഡന്റുമാരായി സുനിൽ, അന്ന സൂസൻ, ജോഷി, ജോയിന്റ് സെക്രട്ടറിമാരായി മിനി മാത്യു, ജനനി, സന്ദീപ്, ഓഡിറ്ററായി ജോജു എന്നിവരെയും 11 അംഗ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും തെരഞ്ഞെടുത്തു. നഴ്സുമാരുടെ കൾച്ചറൽ വെൽഫെയർ പരിപാടികൾ മികച്ച രീതിയിൽ നടത്താൻ കമ്മിറ്റിയിൽ തീരുമാനമായി. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ അതിക്രൂര പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ക്രമസമാധാന നിലയിൽ റിപ്പോർട്ട് തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2 മണിക്കൂർ ഇടവിട്ട് റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. കൺട്രോൾ റൂമിലേക്ക് ഫാക്സ്, ഇമെയിൽ, ഫോൺ കോൾ മാർഗം അറിയിക്കാനും നിർദ്ദേശത്തിൽ പറയുന്നു. പ്രതിഷേധം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൊൽക്കത്ത ആർജികർ ആശുപത്രി പരിസരത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പരിസരത്ത് പ്രതിഷേധങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രിയുടെ സമീപത്ത് ധർണകളോ റാലികളോ പാടില്ലെന്നും പോലീസ് കർശനമായി മുന്നറിയിപ്പ് നൽകി. മുണ്ടക്കൈ ചുരൽമല മേഖലയിലെ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. മാനസികമായി കുട്ടികൾ തകർന്നിരിക്കുകയാണ്. ക്ലാസ് തുടങ്ങിയാലും ആദ്യം പഠിപ്പിക്കുക അക്കാദമിക് കാര്യങ്ങളല്ലെന്നും മനോനില സാധാരണ നിലയിലാകുന്നതുവരെ കളികളിലും മറ്റും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അധ്യാപകർക്കും കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മേപ്പാടി GHSSൽ 12 ക്ലാസ് മുറികളും 2 IT ലാബും ഒരുക്കും. APJ ഹാളിൽ 5 ക്ലാസ് മുറികൾ ഒരുക്കും. പാഠപുസ്തകം നഷ്ടപ്പെട്ട 296 കുട്ടികൾക്ക് പുസ്തകങ്ങൾ ലഭ്യമാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു. ക്യാമ്പുകൾ മാറ്റിയാലേ വിദ്യാഭ്യാസം നടത്താൻ കഴിയൂ. അതിനായുള്ള പരിശ്രമത്തിലാണെന്നും നഷ്ടപ്പെട്ട ദിവസങ്ങളിലെ ക്ലാസുകൾ വീണ്ടും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സഹായം ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ പ്രധാനമന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യത്വപരമായി ഇടപെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും മന്ത്രി പ്രതികരിച്ചു. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള കുടുംബങ്ങളെ ചൊവ്വാഴ്ചയോടെ വാടക വീടുകളിലേക്ക് മാറ്റാനും നിലവിൽ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അധ്യയനം തുടങ്ങാനുമാണ് സർക്കാരിന്റെ ആലോചന. 10 സ്കൂളുകളാണ്
കുടുംബങ്ങളാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നത്. ഇതിനോടകം 100-ലധികം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കോ വാടക വീടുകളിലേക്കോ മാറിയതായാണ് സർക്കാരിന്റെ കണക്ക്. 400-ൽ ഏറെ കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിൽ തന്നെയാണ്. കോട്ടയം നഗരസഭയിൽ 5 വർഷത്തെ പെൻഷൻ രജിസ്റ്റർ കാണാനില്ല. കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ വിവരം പുറത്തുവന്നത്. 5 വർഷത്തെ വരെ പെൻഷൻ രജിസ്റ്റർ ഇല്ലെന്നാണ് നിലവിൽ കണ്ടെത്തിയത്. എന്നാൽ 2012 മുതൽ രജിസ്റ്റർ ഇല്ലെന്നാണ് അനൌദ്യോഗിക വിവരം. അതുകൊണ്ടാണ് പെൻഷൻ ഫണ്ടിൽ നിന്ന് എത്ര രൂപയാണ് നഷ്ടപ്പെട്ടതെന്ന് വ്യക്തമായി പറയാൻ നഗരസഭാ അധികൃതർക്ക് കഴിയാത്തത്. കൃത്യമായി പെൻഷൻ വാങ്ങുന്നവരുടെ വിവരങ്ങൾ 90% ലഭ്യമാണ്. എന്നാൽ കണ്ടിൻജന്റ് ഫാമിലി പെൻഷൻ എന്നിവ സംബന്ധിച്ച ഒരു രേഖയുമില്ല. പെൻഷൻ വിഭാഗത്തിൽ നേരത്തെ മുതൽ കൃത്രിമം നടന്നിരുന്നുവെന്നും കാലാകാലങ്ങളിൽ ഫയലുകൾ മുക്കിയെന്നുമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ക്ലർക്ക് അഖിൽ സി വർഗീസ് നടത്തിയ തട്ടിപ്പ് ഇതിന്റെ തുടർച്ച മാത്രമാണ്. സമഗ്ര അന്വേഷണത്തിലൂടെ മാത്രമേ വിവരങ്ങൾ പുറത്തുവരൂ. നഷ്ടപ്പെട്ടത് 2.5 കോടി എന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. അതിലേറെ വരുമെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു. അവസാന വഴിയെന്ന നിലയിൽ 5 വർഷം ബാങ്കുകളിലേക്ക് പെൻഷൻ ഫണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത തുകയുടെ സ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എത്ര പേർ പെൻഷൻ വാങ്ങുന്നു, അനധികൃതമായി പെൻഷൻ വാങ്ങുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ വഴിയില്ല. സെക്രട്ടറിയുടെ PAക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇതിൽ വിശദീകരണവും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് നൽകിയ ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനത്തെ വിമർശിച്ച് CITU രംഗത്തെത്തിയതിന് പിന്നാലെ അനുകൂലിച്ച ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് കൂടുതൽ യാത്രകൾ ലഭിക്കാൻ അനുകൂലമായ തീരുമാനമാണിതെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. എന്നാൽ അപകട സാധ്യത കൂടാനും ഈ മേഖലയിൽ സ്ഥിരമായി തൊഴിൽ ചെയ്യുന്നിടത്ത് പുതിയ തൊഴിലാളികൾ എത്തുമ്പോൾ സംഘർഷമുണ്ടാകാനും സാധ്യതയുണ്ടെന്ന വാദമുന്നയിച്ചാണ് CITU സംസ്ഥാന കമ്മിറ്റി എതിർക്കുന്നത്. CITU മാടായി ഏരിയ കമ്മിറ്റിയുടെ ആവശ്യം പരിഗണിച്ചാണ് ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് അനുവദിച്ചത്. പെർമിറ്റ് തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട CITU സംസ്ഥാന കമ്മിറ്റി കത്തയച്ചതോടെ മന്ത്രിയും ഇടത് തൊഴിലാളി സംഘടനയും തമ്മിലുള്ള രണ്ടാമത്തെ തർക്കമായി. ഇത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും ഒടുവിൽ ഗതാഗത മന്ത്രിയും CITUവും പരസ്യമായി കൊമ്പുകോർത്തത്. ഓട്ടോറിക്ഷകൾക്ക് സമീപ ജില്ലയിലേക്ക് 30 കിലോമീറ്ററെങ്കിലും പ്രവേശിക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യമാണ് CITU സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. ഈ ആവശ്യം നിരവധി തവണ STAക്ക് മുന്നിലെത്തിയെങ്കിലും തള്ളിക്കളഞ്ഞിരുന്നു. നവകേരള സദസ്സിലാണ് മാടായി ഏരിയ കമ്മിറ്റി സംസ്ഥാന പെർമിറ്റ് അനുവദിക്കണമെന്ന നിവേദനം സമർപ്പിക്കുന്നത്. അനൌദ്യോഗിക അജണ്ടയായാണ് ഇത് STAയുടെ മുന്നിലെത്തിയത്. സാധാരണ ഇത്തരം അജണ്ടകൾ നിരസിക്കാറാണ് പതിവെങ്കിലും ഇക്കുറി അംഗീകരിക്കുകയായിരുന്നു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ രോഗിയെ ചികിത്സിക്കുന്നതിനിടെ വനിതാ നഴ്സിംഗ് ഓഫീസർക്ക് നേരെ ക്രൂരമായ ആക്രമണം. ഇവരുടെ വലത് കൈക്ക് പൊട്ടലേൽക്കുകയും കണ്ണിന് മുകളിലായി മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സാരമായി പരിക്കേറ്റ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച പുലർച്ചെ 2:00 നഴ്സിനെതിരെ അപ്രതീക്ഷിതമായ ആക്രമണമുണ്ടായത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7-ാം വാർഡിലെ പുരുഷനായ രോഗി ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കുന്നുവെന്ന് അറിയിച്ചതോടെയാണ് മരുന്ന് നൽകാൻ നഴ്സ് എത്തിയത്. ഇഞ്ചക്ഷൻ നൽകിയ ശേഷം തിരിച്ചു നടക്കുന്നതിനിടെയാണ് നഴ്സിംഗ് ഓഫീസറുടെ പുറത്ത് മാനസിക രോഗി ശക്തിയായി ചവിട്ടിയത്. ആ ചവിട്ടിന്റെ ശക്തിയിൽ തെറിച്ചുപോയി നഴ്സിംഗ് ഓഫീസറുടെ കൈ മുറിയോട് ചേർന്നുള്ള ഇരുമ്പ് ഗ്രില്ലിൽ ഇടിച്ച് അസ്ഥിക്ക് ക്ഷതമേറ്റു. ഗ്രില്ലിൽ തന്നെ ഇടിച്ച് മുഖത്തിനും മുറിവേറ്റു. നഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരെ തള്ളിമാറ്റിയാണ് മാനസിക രോഗി ആക്രമണം കാണിച്ചത്. നഴ്സിന്റെ മുറിവിൽ 6ഓളം തുന്നൽ വേണ്ടിവന്നു. ഈ സംഭവത്തിൽ പ്രതിഷേധവുമായി കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ രംഗത്ത് വന്നു. നഴ്സിംഗ് വിഭാഗം ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ ആശുപത്രി അധികൃതർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. ശ്രീജിത്ത്, പ്രസിഡന്റ് സ്മിത എന്നിവർ ആവശ്യപ്പെട്ടു. അടിയന്തരമായി സെക്യൂരിറ്റി സംവിധാനം ശക്തിപ്പെടുത്തണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ യെല്ലോ അലർട്ട് പിൻവലിച്ചു. ബുധനാഴ്ച വരെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ചൊവ്വാഴ്ച എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.